അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എനിക്ക് യൂട്യൂബ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എന്ത് ചെയ്താലാണ് മോണിറ്റൈസ് ആകുക എന്നത് നമുക്ക് ആക്ച്വലി മറ്റേ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് കയറുമ്പം ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. അപ്പം എനിക്ക് പറ്റിയ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എനിക്കിപ്പോഴും എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ് ആയിട്ടില്ല, ബട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അക്കൗണ്ടിൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഓബ്വിയസ്ലി നമ്മൾ ഒന്നിലൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ പെട്ടെന്ന് കത്തുന്ന ഒരു കണ്ടൻറ്റോ ഇട്ടാൽ മാത്രമേ അത് വൈറലാവുള്ളൂ, നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ. സോ ഞാനിങ്ങനെ എൻ്റെ കുറേ വീഡിയോസൊക്കെ ഇടാറുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ടായിരുന്നു. ബട്ട് ഹാർഡ്ലി 1000 വ്യൂസിൽ കൂടുതൽ എനിക്ക് കൂടുന്നില്ലായിരുന്നു. അപ്പം പിന്നെ ഗ്രാജ്വലി ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ആനിമൽസിൻ്റെ വീഡിയോസ്, അങ്ങനെ ആ വീഡിയോസൊക്കെ ഞാൻ എടുത്ത വീഡിയോ അല്ല, എൻ്റെ കണ്ടൻ്റ് അല്ല, ബട്ട് ഞാൻ എന്തെങ്കിലും സോഷ്യൽ സൈറ്റ്സിൽ കാണുന്ന വീഡിയോസ് ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ ഞാനതാക്കി ഇടാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്ന എൻ്റെ ആ വീഡിയോസിന് പെട്ടെന്ന് റീച്ച് കിട്ടിയായിരുന്നു. റീച്ച് കിട്ടിയപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ എനിക്ക് പുറത്തുള്ള സബ്സ്ക്രൈബേഴ്സും കൂടുതൽ വന്നു തുടങ്ങി. അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കാണും. അപ്പോൾ എനിക്ക് മനസ്സിലായി പുറത്തുള്ളവർ കൂടുതൽ കാണുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ പിന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഏത് കൺട്രിയിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ കാണുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, പെർസെൻറ്റേജ് വെച്ച് കാണിക്കും. അങ്ങനെ സോ ഞാൻ പറയാൻ വന്ന കാര്യം, എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരുന്ന വീഡിയോസിന് എനിക്ക് മാക്സിമം 2000-3000 വ്യൂസോളമൊക്കെ കിട്ടിയതുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കൂടുതൽ വ്യൂസ് വന്ന് തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ആ വീഡിയോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വൺ ബിഗ് മിസ്റ്റേക്ക്. എൻ്റെ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു, കാരണം അത് വ്യൂസ് കുറവായതും കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ നോക്കുമ്പം പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങളെല്ലാം റെഡി ആയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഗൂഗിൾ ആഡ്സൻസും എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് പറ്റിയ ഇനിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വേറെ സൈറ്റിൽ നിന്നൊക്കെ ഉള്ള വീഡിയോസ് എടുക്കാൻ പാടില്ല എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ വരും, ഒക്കെ ശരിയാണ്. അപ്പം ഞാനതൊന്നും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പം മോണിറ്റൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പം നമുക്ക് നമ്മുടെ കണ്ടൻറ്റ്, നമ്മുടെ വീഡിയോ ഒക്കെയാണ് അവർ കൂടുതൽ നോക്കുക. അപ്പം എനിക്കെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു റിവ്യൂ ചെയ്യും അവർ, മോണിറ്റൈസ് ചെയ്യുന്നതിന് മുമ്പേ റിവ്യൂ ചെയ്യുമ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 50% ഓഫ് വീഡിയോസ് റീയൂസ്ഡ് കണ്ടൻ്റ് ആണെന്ന് പറഞ്ഞു വന്നു. അപ്പോഴെനിക്ക് മനസ്സിലായോ, ഞാനിട്ട വീഡിയോസ് കുറേ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 50% എന്നുള്ളത് മേ ബി ഇച്ചിരി കൂടെ കുറഞ്ഞതന്നെയായിരുന്നു, ബിക്കോസ് നമ്മുടെ വീഡിയോസും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ എനിക്ക് ആ ഒരു അബദ്ധം പറ്റി. സോ ആരെങ്കിലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ടൻറ്റുള്ള വീഡിയോസ് വ്യൂസ് കുറവാണെങ്കിൽ പോലും ഡോണ്ട് ഡിലീറ്റ് ചെയ്യരുത് മോണിറ്റൈസ് ആകുന്നവരെ. അപ്പം അത് ആ ഒരു അബദ്ധം എനിക്ക് പറ്റി. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അതുപോലെ സോഷ്യൽ സൈറ്റ്സിൽ നിന്ന് നമ്മളെടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ചിലതൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ഫുട്ബോളിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കമൻട്രി ഒക്കെ, ഇനി ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഫുട്ബോളിൻ്റെ കമൻട്രി അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ട് ചെയ്യുമായിരുന്നു. അപ്പം അതൊക്കെ ഓബ്വിയസ്ലി അതെല്ലാം പക്ക
റീയൂസ്ഡ് കണ്ടൻറ്റിനകത്ത് വരും. അപ്പം ഫസ്റ്റ് തിങ് ഞാൻ പറയുന്ന കാര്യം, നിങ്ങളാരും നിങ്ങളിടുന്ന കണ്ടൻറ്റാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വ്യൂസ് കുറവാണെങ്കിലും ശരി, എത്ര വ്യൂസ് കുറവാണെങ്കിലും ശരി, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ, ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അതങ്ങനെ തന്നെ കിടക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വേറെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം അത് എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊലാബ് അതിനകത്ത് കൊണ്ടുവന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഒരു റോൾ അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇടുകയാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടൻറ്റിനകത്ത് വരത്തില്ല. സോ ദിസ് ഇസ് സെക്കൻഡ് തിങ്. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പുറത്തുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ളതും കൊണ്ട് ഈ ടൈം നോക്കി ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുമ്പോൾ എപ്പോഴെനിക്ക് സമയമുള്ളതെന്ന് വെച്ചാൽ അപ്പോഴേക്കും ഓരോ വീഡിയോ ഇടുമായിരുന്നു. ബട്ട് അത് തെറ്റാണ്. എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്കകത്ത് പോയാൽ തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഈ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും കാണുന്നത്. ബട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ടൈമിലാണ് നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നതെന്നുള്ളത്. സോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത് പോയി നോക്കുക, ഏത് ടൈമിങ്ങിലാണ് നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ കാണുന്നത് എന്നുള്ളത് അറിഞ്ഞിട്ട് ആ ടൈമിൽ നിങ്ങൾ വീഡിയോസ് ഇടുക എന്നുണ്ടെങ്കിൽ റീച്ച് ആവും പെട്ടെന്ന്. സോ ഞാൻ ഓർത്തു, ഇങ്ങനെ കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ടായി കേട്ടോ. ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല. ബട്ട് എനിക്ക് എല്ലാ സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് കാണുമല്ലോ. അവർക്ക് വേണ്ടി ഈ ഒരു ഐഡിയാസ്, ഈ ഒരു ടിപ്സ് ഞാൻ തരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മോണിറ്റൈസ് ചെയ്യുന്നതിന് മുമ്പേ കൺസിഡർ ചെയ്യാമല്ലോ. അത് ഓർത്ത് മാത്രമാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും വേറെ പ്രോഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഞാൻ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും എനിക്ക് എല്ലാം ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് ചെയ്യണമെന്ന് തന്നെയാണ് ഒരു ആഗ്രഹം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ കാണും. യൂട്യൂബിൽ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതിന് വേണ്ടിയാണ്, അതിന് വേണ്ടിയാണെന്ന് ഒരുപാട് അവർ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ. അവർക്കൊക്കെ അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് കാണുമല്ലോ. ഇപ്പം ഞാൻ പറയുന്നതിന് അറ്റ്ലീസ്റ്റ് വൺ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഗെയിൻ അല്ലേ. സോ അത് ആ ഒരു പോസിറ്റീവ് നോട്ടോടെ ഞാൻ ഇട്ടൊരു വീഡിയോ ആണിത്. അപ്പം എല്ലാവരും പറ്റുന്നത്രയും ഇതൊക്കെ ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയ ഒരു അബദ്ധങ്ങൾ ഞാൻ ഇതിൽ കൂടെ പറയാൻ ശ്രമിച്ചതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.